السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഖാരിഅ. നിസ്കാരത്തിലും അല്ലാതെയുമൊക്കെ നാം ധാരാളം ഓതുന്ന സൂറത്താണ്. അതിനാൽ തന്നെ തജ്വീദ് അനുസരിച്ച് തെറ്റുകൂടാതെ നാം ഓതിപ്പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. അൽ ഖാരിഅ അഥവാ ആ ഭയങ്കര ശബ്ദം, പ്രകമ്പനം കൊള്ളുന്ന, ലോകം മൊത്തം കിടുകിടാ വിറക്കുന്ന ശബ്ദം, അഥവാ ഖിയാമത്ത് നാളിനെ കുറിച്ച് വിവരിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത്. അൽ ഖാരിഅ എന്ന് പറയുന്നത്, അൽ ഖാരിഅതു മിൻ അസ്മാഇ യൗമിൽ ഖിയാമ കൽ ഹാഖ വത്താമ വസ്സാഖ വൽ ഗാശിയ വഗൈരി ദാലിക്. അൽ ഖാരിഅ എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിൻ്റെ നാമങ്ങളിൽ നിന്നുള്ള ഒരു നാമമാണ്. അൽ ഹാഖ, ഹാഖ പോലെ, താമ പോലെ, സാഖ, ഗാശിയ ഇവകളല്ലാത്തതും ഇതൊക്കെ പോലെയുള്ള ഖിയാമത്ത് നാളിൻ്റെ പേരുകൾ, നാമങ്ങളിൽ നിന്നുള്ള ഒരു നാമമാണ് അൽ ഖാരിഅ എന്ന് പറയുന്നത്. ഈ ലോകം നശിക്കും, ഭൂമുഖത്തുള്ളതെല്ലാം നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം നശിക്കും, അല്ലാഹു സുബ്ഹാനഹു തആല ബാക്കിയാകും. അല്ലാഹു തആല മാത്രമേ ബാക്കിയാവുകയുള്ളൂ. ഈ ലോകം നശിക്കും. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് ആർക്കും അറിയില്ല. നശിക്കും എന്നതിൽ സംശയവുമില്ല. ഇന്ന് ശാസ്ത്രവും ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. എന്നാൽ യുക്തിവാദികളും നാസ്തികരും ചില ശാസ്ത്രജ്ഞരും ഇതിനെ അംഗീകരിക്കുന്നില്ല. മുസ്ലിം സത്യവിശ്വാസി ഇത് അംഗീകരിച്ചേ മതിയാവൂ. നിർബന്ധമായും അംഗീകരിക്കണം. വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഏതൊരു കാര്യവും അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കാര്യം ശാസ്ത്രം അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ, യുക്തി മനസ്സിലാവട്ടെ മനസ്സിലാകാതിരിക്കട്ടെ, സത്യവിശ്വാസി മുസ്ലിം അത് അംഗീകരിച്ചു കൊള്ളണം, അത് വിശ്വസിക്കണം, അത് ജീവിതത്തിൽ പകർത്തുക തന്നെ ചെയ്യണം. നാം ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ആ ഭയങ്കര സംഭവം എന്താണ്? ആ സംഭവം ലോകാവസാനം. ഖാരിഅ എന്നതിൻ്റെ അർത്ഥം മുട്ടിയലക്കുന്ന ഘോര ശബ്ദം എന്നൊക്കെയാണ്. ഇവിടെ ഉദ്ദേശം ഹൃദയം നടുങ്ങിപ്പോകുന്ന ആ ഭയങ്കര ശബ്ദം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിൽ ഊതുമ്പോഴുണ്ടാകുന്ന ആ ഖിയാമത്ത് നാളിൽ, ആ ദിവസം സംഭവിക്കാൻ പോകുന്ന ആ വലിയ മഹാസംഭവം, അതിനെയാണ് ഖാരിഅ എന്ന് സൂചിപ്പിക്കുന്നത്. ആ മഹാസംഭവത്തെക്കുറിച്ച് നിനക്കെന്തറിയാം? യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ്. അന്ന് മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റകളെപ്പോലെയാകുന്നു. വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. ഭൂമി ഇളകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച പർവ്വതങ്ങളെല്ലാം കടയപ്പെട്ട രോമം പോലെ ധൂളമായി മാറുന്നു, നിരന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആ വലിയ സംഭവമാണ് ഖിയാമത്ത് നാൾ. ശേഷം എല്ലാവരെയും മഹ്ശർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്നു. നന്മ തിന്മകൾ തൂക്കുന്ന മീസാനിൽ നന്മ തിന്മകൾ തൂക്കി, നന്മയാണ് കൂടുതലുള്ളതെങ്കിൽ അവനെ സ്വർഗത്തിലേക്കും, തിന്മയാണ് കൂടുതലുള്ളതെങ്കിൽ അവനെ നരകത്തിലേക്കും പ്രവേശിപ്പിക്കുന്നു. നന്മ കൂടുതൽ തൂങ്ങി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത, മഹ്ശർ, സ്വർഗം, നരകം, ഇത്തരം വിശ്വാസികൾ വിശ്വസിച്ചംഗീകരിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കുന്ന സൂറത്താണ്
നാം ഇന്ന് പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ഖാരിഅ. ഇത് തെറ്റുകൂടാതെ ഓതാനും പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമുക്ക് പാരായണ പഠനത്തിലേക്ക് കടക്കാം. ആദ്യം ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. അവസാനം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم القارعة ഹംസയാണ്. ഹംസ എന്ന് പറയുന്ന ഹർഫ് തൊണ്ടയുടെ താഴേ അറ്റത്തു നിന്നും പുറപ്പെടുന്ന ഹർഫാണല്ലോ. എന്ന് തന്നെ ഉച്ചരിക്കണം. ഖാഫാണ്, കാഫായി പോകാൻ പാടില്ല, ഖാഫായി തന്നെ ഉച്ചരിക്കണം. അവസാനത്തെ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. താഉൽ മർബൂത്ത എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. القارعة القارعة ما القارعة ما ഖാഫ് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. എന്നാൽ അൽ ഖാരിഅ എന്ന് പറയുന്ന ആ താഇനെ തൊട്ടു ശേഷമുള്ള പദവുമായി ചേർത്ത് ഓതുമ്പോൾ താ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അതെങ്ങനെയാണ്? അൽ ഖാരിഅതു മൽ ഖാരിഅ മൽ ഖാരിഅ ഖാഫ് ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഐൻ ശ്രദ്ധിക്കണം. മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ വമാ അദ്റാക നന്നായി മദ് ചെയ്തുകൊണ്ട് ഓതുക. വമാ അദ്റാക മൽ ഖാരിഅ. അടുത്തായത്. يوم يكون الناس كالفراش المبثوث يوم يكون الناس الناس എന്നതിലെ നൂന് ഷദ്ദുള്ള ഹർഫാണല്ലോ. നന്നായി ഉന്നത്ത് ചെയ്യണം, മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. يوم يكون الناس كالفراش ശ്രദ്ധിക്കണം. كالفراش المبثوث المبثوث എന്നതിലെ ബായിൽ ഖൽഖല എന്ന് പറയുന്ന ആ സിഫത്ത് നൽകിയാണ് ഓതേണ്ടത്. كالفراش المبثوث. മബ്സൂസ് എന്ന പദത്തിലെ സായിന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പലരും ഓതാറുള്ളത് പോലെ സീനായി ഓതിപ്പോകും. മബ്സൂസ് അങ്ങനെയല്ല, സാ ആണ്. സാ ആയി തന്നെ ഉച്ചരിക്കണം. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ താഴെയറ്റവും ഇതാണല്ലോ സായിൻ്റെ മഖ്റജ്. കൽഫറാശിൽ മബ്സൂസ്. അടുത്തായത്. وتكون الجبال كالعهن المنفوش وتكون الجبال كالعهن. ഈ ഒരു പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൽഇഹ്നി ആദ്യത്തത് ഐനാണ്, ശേഷം ഹാ ആണ്. നന്നായി പരിശീലിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ഉച്ചരിക്കാൻ കഴിയില്ല. കൽഇഹ്നി കൽഇഹ്നിൽ മൻഫൂഷ് അൽ മൻഫൂഷ്. സുക്കൂനുള്ള നൂനിന് ശേഷം ഫ ആണല്ലോ, ഇഖ്ഫാ ചെയ്യണം, മണിച്ചു കൊണ്ട് ഓതണം. കൽഇഹ്നിൽ മൻഫൂഷ്. فأما من ثقلت موازينه
ഫഅമ്മ ഷദ്ദുള്ള മീമാണ്, നന്നായി മണിക്കണം. മൻ സഖുലത്, മൻ സ, മൻ സുക്കൂനുള്ള നൂൻ ശേഷം സ ആണ്, ഇഖ്ഫാ ചെയ്യണം. സഖുലത് എന്ന പദത്തിലെ താഇൻ സുക്കൂനാണ്. പലരും ഇവിടെ സഖുലത് എന്ന് സീന് പോലെ ശക്തമായ കാറ്റ് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കാറുണ്ട്. അത് പിഴവാണ്. അങ്ങനെ ഒരിക്കലും ഓതാൻ പാടില്ല. സഖുലത് താ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 സിഫത്തുകൾ: ഒന്ന് ഷിദ്ദത്ത്, 2 ഹംസ്. ഇവിടെ താഇന് തുടക്കത്തിൽ ഷിദ്ദത്തും ശേഷം ഹംസുമാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സഖുലത്, സഖുലത് ഇങ്ങനെയാണ്. ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ മഖ്റജുകളിൽ ശക്തമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ശബ്ദം നടക്കൽ പ്രയാസപ്പെടണം. ഹംസ് എന്ന് പറഞ്ഞാൽ ശ്വാസം നടക്കുകയും ചെയ്യണം. മഖ്റജുകളിൽ ബലഹീനമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ശ്വാസം നടക്കുക. അപ്പോൾ തുടക്കത്തിൽ ഷിദ്ദത്തും ശേഷം ഹംസുമാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഖുലത്, സഖുലത് ഇങ്ങനെയാണ് ഓതേണ്ടത്. فأما من ثقلت موازينه, موازينه, മവാസി ശ്രദ്ധിക്കണം. മവാസീനു അവസാനത്തെ ഹാവും പ്രത്യേകം ശ്രദ്ധിക്കണം. فأما من ثقلت موازينه فهو في عيشة راضية, فهو في عيشة راضية. عيشة താഇന് തൻവീനാണ്, ശേഷം റാ വന്നു. ഇദ്ഗാമും ബിലാ ഗുന്ന, ഉന്നത്ത് കൂടാതെ മണിക്കാതെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതോടൊപ്പം റായിൽ തക്രീർ ഉണ്ടാവാനും പാടില്ല. റായിനെ പിടപ്പിച്ചുകൊണ്ട് ഈശതിറ, ഈശതിറ ഇങ്ങനെയും ഉച്ചരിക്കാൻ ഓതാൻ പാടില്ല. ഫഹുവ ഫീ ഈശതിർ റാദിയ, റാദി അതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് وأما من خفت موازينه, وأما ഷദ്ദുള്ള മീമാണ്, നന്നായി മണിക്കണം. മൻ ഖഫത്ത് ഇവിടെ സാക്കിന നൂനിന് ശേഷം ഖാ ആയതിനാൽ ഇദ്ഹാറാണ് ചെയ്യേണ്ടത്. മണിക്കാതെ അതിൻ്റെ മഖ്റജിൽ നിന്നും വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. മൻ ഖഫത്ത് ഇവിടെയും സുക്കൂനുള്ള ത ആണല്ലോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ കാറ്റോടുകൂടെ ഉച്ചരിക്കാൻ പാടില്ല. ഖഫത്ത് മവാസീനു, മവാസീനു ഫഉമ്മുഹു ഹാവിയ, ഫഉമ്മുഹു, ഫഉമ്മുഹു ഹാ അവ്യക്തമായി പോകാൻ പാടില്ല. മറ്റൊന്ന് ഷദ്ദുള്ള മീമാണ്, നന്നായി മണിക്കണം. ഹാവിയ ഹാ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായത് വമാ അദ്റാക മാ ഹിയ, വമാ നന്നായി മദ് ചെയ്യുക. അദ്റാക, അദ്റാക എന്ന പദത്തിൽ ദാലാണല്ലോ, ഖൽഖല കൊടുത്തുകൊണ്ട് അത് അദ്റ എന്നാണ് ഉച്ചരിക്കേണ്ടത്, അല്ലാതെ അദ്റാക എന്നല്ല. വമാ അദ്റാക മാ ഹിയ, മാ ഹിയ ഈ ഒരു പദം ശ്രദ്ധിച്ചു നോക്കൂ. അവസാനത്തെ ഹർഫ് ഹ ആണ്. ഇത് സാദാ നാം കാണുന്ന ഹ പോലെയുള്ള ഹ അല്ല, ഹ ഉസ്സക്കത്ത് എന്നാണ് പറയുക. പദത്തെ വ്യക്തമാക്കാൻ വേണ്ടി വഖഫിൽ അധികരിക്കപ്പെടുന്ന സുക്കൂനുള്ള ഹായിനാണ് ഹ ഉസ്സക്കത്ത് എന്ന് പറയുന്നത്. ഈ ഹായിൽ വഖഫ് ചെയ്യുമ്പോഴും ഈ ഒരു പദം ശേഷമുള്ള പദത്തോടു കൂടെ ചേർത്തോതുമ്പോഴും ഒക്കെ സുക്കൂൻ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. വിശുദ്ധ ഖുർആനിൽ 7 പദങ്ങളിലായി 11 സ്ഥലങ്ങളിൽ ഈ ഹ ഉസ്സക്കത്ത് വന്നിട്ടുണ്ട്. ഒന്ന് നാം ഓതിയ വമാ അദ്റാക മാഹിയ, മാഹിയ എന്ന പദത്തിൽ. മറ്റൊന്ന് കിതാബിയ, ഹിസാബിയ, മാലിയ, സുൽത്താനിയ, ഇഖ്തദി, ലം യതസന്ന. ഇങ്ങനെ 7 പദങ്ങളിലാണ് എഴുത്തിൽ വന്നത്. 11 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ആ ഒരു പദത്തിൽ
ഹാഇനെ എഴുതിയ ആ ഒരു രൂപവും ശ്രദ്ധിച്ചു നോക്കൂ. ഒരു പ്രത്യേകമായ രൂപത്തിലാണ് ഹാഇന് സുക്കൂന് കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓതേണ്ട രൂപം ചേർത്ത് ഓതുകയാണെങ്കിലും വഖഫ് ചെയ്ത് ഓതുകയാണെങ്കിലും ഒക്കെ തന്നെ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ഇങ്ങനെയാണ് ഓതേണ്ടത്, ഹാഇന് സുക്കൂൻ ചെയ്തുകൊണ്ട്. അവസാനത്തെ ആയത്ത് നാറുൻ ഹാമിയ. നാറുൻ റാ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാമിയ, ഹാമിയ എന്ന പദത്തിലെ ഹാ ആയി പോകാനും പാടില്ല. നാറുൻ ഹാമിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതി പഠിക്കാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅഹ. അൽ ഖാരിഅഹ. മൽ ഖാരിഅഹ. മൽ ഖാരിഅഹ. وما أدراك ما القارعة. وما أدراك ما القارعة. يوم يكون الناس كالفراش المبثوث. يوم يكون الناس كالفراش المبثوث. وتكون الجبال كالعهن المنفوش. وتكون الجبال كالعهن المنفوش. فأما من ثقلت موازينه. فأما من ثقلت موازينه فهو في عيشة راضية. فهو في عيشة راضية. وأما من خفت موازينه. وأما من خفت موازينه فأمه هاوية. فأمه هاوية. وما أدراك ما هي. وما أدراك ما هي نار حامية. نار حامية. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ ഓതി പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.